എൻ്റെ പേര് അഞ്ജന അനീഷ്. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മെയ് 25-ാം തീയതിയാണ്. ഞങ്ങളുടെ ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന് എൻ്റെ മൂത്ത മോനാണ് ഇതെൻ്റെ അനിയത്തിയുടെ കുട്ടിയാണ്. ഇവന് 10 വയസ്സായി. അപ്പോൾ ഇവന് 5 വയസ്സായപ്പോൾ മുതൽ ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഷുഗർ, പ്രഷർ, ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പേടിയായിരുന്നു രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി. ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രതീക്ഷിക്കാതെ തന്നെ ഒരു പേടി ഭയവും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഞാൻ ഗർഭിണിയായി. അപ്പം തന്നെ ഞാൻ ഇവിടെ മലപ്പുറത്തുനിന്ന് ഇവിടെ ഒറ്റയ്ക്ക് വന്നു. എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മേനെ കൂട്ടിക്കൊണ്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് മാതാവിനോട് നന്ദി പറഞ്ഞ് പോയതിന് ശേഷമാണ് ഞാൻ ഡോക്ടറെ കാണുന്നത്. ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഷുഗർ 330, ഭക്ഷണം കഴിക്കാതെ 200 ആയിരുന്നു ഷുഗർ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും അധികം ഷുഗർ ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ പോസിറ്റീവ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല, ഹൃദയമെടുപ്പം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, എന്താണെങ്കിലും 1.5 മാസം കഴിയട്ടെ എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 1.5 മാസത്തെ സ്കാനിങ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി താഴെ വന്നപ്പോൾ എൻ്റെ ഷുഗർ 330, ഭക്ഷണം കഴിച്ചിട്ടുള്ള 210 ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇത് ഏത് നിമിഷവും അബോർഷനാവും, ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇത്രയും ഷുഗർ ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇത് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, നമുക്കിത് അബോർഷൻ ചെയ്യണമായിരിക്കും നല്ലത്, കാരണം ഇത്രയും ഷുഗറിൽ ആരും ഗർഭിണി ആവത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഇല്ലായിരുന്നു ആ ഡോക്ടറെ കാണാൻ. എന്നിട്ട് ഞങ്ങൾ വേറൊരു ഡോക്ടറെ പോയി കണ്ടപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, മുന്നോട്ട് പോകാൻ ആ ഡോക്ടറും താല്പര്യം കാണിക്കണില്ല. അങ്ങനെ അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് അവരെന്താ പറയണതെന്ന് നോക്കിയിട്ട് നമുക്കിത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഷുഗറിൻ്റെ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ് 99% ഇത് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല, കുഞ്ഞിന് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, ബുദ്ധിക്ക് പ്രശ്നമായിരിക്കും, അവയവങ്ങൾ തകരാറായിരിക്കും, ഉണ്ടായാലും അംഗവൈകല്യമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അതുകൊണ്ട് നിങ്ങളിത് മുന്നോട്ട് പോകണ്ട, ഞാൻ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ വീട്ടിൽ പോയി ഇനി ഹസ്ബൻഡുമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് ഡോക്ടറെ കാണാൻ പോയത്. അപ്പം 2.5 മാസമൊക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞ വിവരം ഈ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ ഒട്ടും തയ്യാറാവണില്ല മുന്നോട്ട് പോകാൻ. അപ്പോൾ അവർ ഞങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു താല്പര്യം കാണിക്കണില്ല. അങ്ങനെ ഞങ്ങളന്ന് 4മതൊരു ഡോക്ടറെ പോയി കണ്ടു. 4മത്തെ ഡോക്ടർ പറഞ്ഞു ഇത് നിനക്ക് ദൈവം തന്നിരിക്കണമെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം, ഷുഗർ ഉണ്ടെന്നൊരു വിചാരം നിനക്ക് വേണ്ട, നീ സാധാരണ പോലത്തെ എല്ലാവരെ പോലെ നീ മുന്നോട്ട് പോകുക, ഇത് നിനക്ക് ദൈവം തന്നിരിക്കണമെങ്കിൽ നിനക്കിത് കിട്ടും, ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിനക്ക് കിട്ടിയിട്ട് പ്രയോജനം ഇല്ലയെന്ന് നീ വിചാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ 3.5 മാസം സ്കാനിങ് ചെയ്തു. എല്ലാ സ്കാനിങ്ങുകളും വിശദമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നോക്കണത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പുകൾ ചെയ്യണം, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3.5 മാസത്തിൽ സ്കാൻ ചെയ്തപ്പോഴും കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലയെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ എനിക്ക് 2.5 മാസമായപ്പോൾ ഒരു ബ്ലീഡിങ് വന്നപ്പം പെട്ടെന്ന് എനിക്കിങ്ങനെ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് ഇതെന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് അബോർഷനായിരിക്കും എന്ന് ഞാനും കരുതി രാവിലെ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ഡോക്ടർ പറഞ്ഞു വേഗം, അപ്പോൾ ക്ലിനിക്കിലാണ് പോയത്, അപ്പോൾ ആശുപത്രിക്ക് പൊയ്ക്കോ, വേഗം ഞാൻ അങ്ങോട്ട് വരല്ലേ, സ്കാൻ ചെയ്ത് ലേബർ റൂമിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ലേബർ റൂമിലേക്ക് സ്കാനിങ്ങിന് ഇരുമ്പോൾ തന്നെ എനിക്ക് അനങ്ങാൻ പറ്റാത്ത ബ്ലീഡിങ് ആണ്, അനങ്ങുമ്പോഴത്തേക്ക് നല്ല ബ്ലീഡിങ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് അബോർഷനായിരിക്കും എന്ന് കരുതി ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി സ്കാനിങ്ങിന് കിടക്കുകയാണ്. അപ്പോൾ സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ഗർഭപാത്രം തുറന്നിട്ടില്ല, പുറത്തുനിന്നുള്ള ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ആശ്വാസമായി. എന്നിട്ട് ഡോക്ടർ വന്നു. ഡോക്ടർ പരിശോധനയൊക്കെ നടത്തിയപ്പോൾ പറഞ്ഞു
ഇപ്പോൾ കുഴപ്പമില്ല. ബ്ലീഡിങ് ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗർഭപാത്രം സ്വയം തുറക്കും. അപ്പോൾ ഇത് അബോർഷൻ ആകും. ഷുഗർ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീ പേടിക്കണ്ട, ഗർഭപാത്രം തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലീഡിങ് വരും, നീ പേടിക്കരുതെന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ അന്നെനിക്ക് പേടി കാരണം ഭയങ്കര ഭയമായിരുന്നു, ഇത് അബോർഷൻ സംഭവിക്കുമെന്ന് ഓർത്തിട്ട്. എന്നിട്ട് ഞാനിങ്ങനെ വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഭയങ്കര വിഷമത്തിൽ കൊന്ത ചൊല്ലി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച സമയത്ത് അവർ 2 കയ്യിൽ ഒരു കുഞ്ഞിൻ്റെ മുഖം എന്നെ കാണിച്ചു തന്നു. അന്ന് മാതാവ് കാണിച്ചു തന്നത് ഈ ടർക്കിയിൽ പൊതിഞ്ഞ ഈ കളറുള്ള ടർക്കിയിലാണ് കുഞ്ഞിൻ്റെ മുഖം കാണിച്ചു തന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ മുന്നോട്ട് പോകുകയായിരുന്നു. അങ്ങനെ 5ാം മാസമായിപ്പം 5ാം മാസത്തിലെ സ്കാൻ ചെയ്തു, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. 7ാം മാസത്തിലെ സ്കാനിങ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഷുഗർ കുറയണില്ലായിരുന്നു. എപ്പോൾ നോക്കിയാലും 300-ന് മേലെയായിരുന്നു ഷുഗറിന് യാതൊരു കുറവുമില്ലായിരുന്നു. ഗുളികയും കഴിച്ച് ഇൻസുലിന് കുത്തിയാലും ഒന്നും ഷുഗറിന് ഒരു കുറവുമില്ല. പക്ഷെ സ്കാൻ ചെയ്യുമ്പോഴെല്ലാം കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നുമില്ല, എനിക്കും വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലായിരുന്നു. 7 മാസം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങി. BP കൂടാൻ തുടങ്ങി, കൊളസ്ട്രോള്, അതുപോലെ പാൻക്രിയാറ്റൈറ്റിസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ശരീരം മൊത്തം നീര് കയറാൻ തുടങ്ങി. ശരീരം മൊത്തം നീരായി. ഞാനൊരു 65 കിലോ ഉണ്ടായിരുന്ന ഞാൻ 10 കിലോ വീതം കൂടി ഒരു 100 കിലോ അടുത്തായി. എന്നെ 4 ആൾ കൂടി പിടിച്ചാലേ പൊങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പം ഞാൻ 7ാം മാസത്തിൽ മലപ്പുറത്ത് നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിലേക്ക് പോയി ആദ്യമായിട്ട് വേറൊരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഇത്രയും ഷുഗർ കണ്ടുകൊണ്ട് എന്നെ അവിടെ ഫെബ്രുവരി ഫുൾ അവിടെ കിടത്തി ചികിത്സിച്ചു. എന്നിട്ടും ഷുഗറിന് യാതൊരു കുറവുമില്ല. അപ്പോൾ കോട്ടയത്ത് ഒരു ആശുപത്രി, കാരിദാസിൻ്റെ ആശുപത്രി പോയിട്ട് അവിടുത്തെ ഷുഗറിൻ്റെ ഡോക്ടറെ കണ്ട് അവരെന്താ പറയണതെന്ന് നോക്കി ഇൻസുലിൻ്റെ അളവ് കൂട്ടിയും കുറച്ച് നിൻ്റെ ഷുഗർ കുറച്ചാൽ ഞാൻ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പുതിയ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ചികിത്സിച്ച് പോയിട്ട് ഇൻസുലിനൊക്കെ കുത്തി ഷുഗർ കുറയണുണ്ടായിരുന്നു. ഷുഗർ നോർമലായി. പക്ഷേ എനിക്ക് പാൻക്രിയാറ്റൈറ്റിസിൻ്റെ അസുഖം കയറി വന്നുകൊണ്ട് മൂത്രത്തിലൂടെ പ്രോട്ടീൻ മുഴുവനും പോയി. മുന്നോട്ട് പോകാൻ ഒരു രക്ഷയില്ലാതെ വന്നപ്പം ഒരാഴ്ച വീതം ഡോക്ടറെ കാണാൻ വരണം എന്നാണ് പറഞ്ഞത്. അപ്പം പിറ്റേ 28 ദിവസം ആശുപത്രി അഡ്മിറ്റ് ആയിട്ട് പിറ്റേ ആഴ്ചത്തെ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ BP 150 മുകളിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇനി നിന്നെ ഇവിടെ കിടത്താൻ പറ്റില്ല. അപ്പോഴും മൂത്രം പരിശോധിച്ചപ്പോഴാണ് കാണുന്നത് പ്രോട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ വേഗം എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്കും പ്രഷർ നല്ല കൂടി, ശരീരം നല്ല നീരായി. മാർച്ച് 10-നാണ് കോട്ടയത്ത് ചെന്നത്. അങ്ങനെ അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റുകളെല്ലാം എടുത്തു. ഷുഗർ അപ്പോൾ താന്നു പോയി, BP കൂടിക്കൊണ്ടിരിക്കുന്നു. ഗർഭപാത്രം നീര് കയറി, കുഞ്ഞിനെ സ്കാൻ ചെയ്താൽ പോലും കാണത്തില്ല. ഈ പാൻക്രിയാറ്റൈറ്റിസ് ഉള്ളതുകൊണ്ട് ദഹന പ്രക്രിയ ഒന്നും നടക്കാതെ വന്നിട്ട് എൻ്റെ അവയവങ്ങൾ ചെറിയ തോതിൽ പ്രവർത്തനങ്ങൾ നടക്കാതെ വന്നു. അപ്പോൾ എനിക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റണില്ല, ദഹന പ്രക്രിയ നടക്കണില്ല. അപ്പം 4 ദിവസം ഭക്ഷണം കഴിക്കാതെ ഗ്ലൂക്കോസിൽ കിടത്തി നോക്കിയിട്ടും യാതൊരു മാറ്റങ്ങളും സംഭവിക്കണില്ല. അങ്ങനെ ഓരോ ദിവസം അവരുടെ പരമാവധി അവരുടെ ചികിത്സകൾ ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അപ്പം അങ്ങനെ മാർച്ച് 26 മാർച്ച് 26-ന് എനിക്കാണെങ്കിൽ ഇരിക്കാനും നിൽക്കാനും വയ്യാതെ ആയതുകൊണ്ട് അമ്മ പറഞ്ഞു ഇവളെ എങ്ങനെയെങ്കിലും പ്രസവിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 13 സീനിയർ ഡോക്ടർമാരും 17 ജൂനിയർ ഡോക്ടർമാരും കൂടിയാണ് ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് 8 മാസമല്ലേ ആയിട്ടുള്ളൂ, നമുക്ക് 8 മാസം 3 ആഴ്ച ആയിട്ടുള്ളൂ. ഈ ഒരു രീതിയിൽ നമുക്ക് പ്രസവം നടന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് വെയിറ്റ് ഉണ്ടാവില്ല, കുഞ്ഞിൻ്റെ അവയവങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ തന്നെ വീണ്ടും ഇതിനെ ICUയിൽ വെച്ച് മുന്നോട്ടൊക്കെ പോകണം, ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഇത്രയും ഷുഗർ ഉള്ളതുകൊണ്ട് കുഞ്ഞിന് ഷുഗറുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഇതെല്ലാം പ്രസവം കഴിഞ്ഞുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് പ്രസവിപ്പിക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 9-ാം മാസം തുടങ്ങണ വരെയെങ്കിലും നമുക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഗർഭപാത്രത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും പ്രസവിപ്പിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു. അപ്പോൾ അതിന് മുന്നേ തന്നെ മാർച്ച് 26-ന് 1 മണിക്കാണ് അമ്മ ഇത് പറഞ്ഞത്. അപ്പോൾ അവർ സമ്മതിച്ചില്ല. അങ്ങനെ എല്ലാവരും നോക്കിയിട്ട് അങ്ങോട്ട് പോയി. ഞാൻ കിടന്നുറങ്ങുവാണ്. ഒരു 2:30 മണി സമയത്താണ്
എന്നാ ആരുമില്ല, ഒരു ഹെഡ് നേഴ്സും ഞാനും മാത്രമേ ICUയിലുള്ളൂ. അപ്പോൾ ഒരു ഡോക്ടർ ഇപ്പോൾ വന്ന് എന്നെ നോക്കിയാൽ അവർ ഫയലുകളെല്ലാം വായിക്കും. അവരുടെ കൂടെ ഒരു 20 ഡോക്ടർമാർ വേറെ കാണും. അങ്ങനെ ഒരുമിച്ചാണ് ഡോക്ടർമാർ വരിക. ആ ഒരു 2:30-3 മണി സമയത്തിനുള്ളിൽ ഒരു പ്രായം ചെന്ന ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. നല്ല തലമുടിയൊക്കെ നരച്ചിട്ട് ഒരു ഡോക്ടർ വന്നിട്ട് എന്നോടൊന്ന് തിരിഞ്ഞു കിടന്ന മോളേന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് തിരിഞ്ഞു കിടന്നപ്പോൾ അവരെൻ്റെ വയറ്റത്ത് പതുക്കെ ഇങ്ങനെ കൈ വെച്ച് നോക്കിയിട്ട് അവരിങ്ങനെ അവിടെ നിന്നിട്ട് പറഞ്ഞു, എന്തിനീ മോളെ ഇങ്ങനെ വേദന തെറ്റിക്കണേ, എമർജൻസി ഡെലിവറി എന്ന് പറഞ്ഞ് അവരങ്ങനെ ഇങ്ങോട്ട് പോയി. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു അത് അമ്മ മാതാവ് വന്നതായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായില്ല അത് അമ്മ മാതാവായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഞാൻ അമ്മയോട് എന്നും പറയുമായിരുന്നു, എനിക്ക് ഈ വേദന ഇങ്ങനെ തിന്നാൻ വയ്യ, അനങ്ങാനും ഒന്ന് എഴുന്നേക്കണമെങ്കിൽ തന്നെ 4 ആളുടെ സഹായം വേണം. അമ്മ എന്നെയാണെങ്കിൽ ഉള്ളിലേക്ക് വിടത്തില്ല. മെഡിക്കൽ കോളേജിലായതുകൊണ്ട് അവർ ഭക്ഷണം അതുപോലെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാത്രം അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. ആരെയും കാണാനും പറ്റണില്ല. ഇവരുടെ നടുക്ക്, ഡോക്ടർമാരുടെ നടുക്ക് ഞാൻ മാത്രം. അപ്പം ഇവർ ഈ പ്രായം ചെന്ന ആൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോയപ്പോൾ എനിക്ക് ഇപ്പോഴാണ് അത് മനസ്സിലാണ് അമ്മ മാതാവായിരുന്നു അന്ന് വന്നതെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. എന്നിട്ട് ഇവരൊരു 3 മണി സമയമായപ്പോൾ ഈ ഡോക്ടർമാരെല്ലാം വേഗം വന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പം നമുക്ക് പ്രസവം നടത്താം, മരുന്ന് വെച്ച് നോക്കാം, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, നീര് കയറിയിരിക്കണോണ്ട് ഓപ്പറേഷനൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് മരുന്ന് വെച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് പറഞ്ഞ അതേ ഡോക്ടർമാരാണ് 3 മണി സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തീരുമാനം മാറ്റിയത്. അമ്മ വന്ന് അവരെ അറിയിച്ചിട്ട് പോയി, ഇനി ഇങ്ങനെ കിടത്തരുത്, എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ പ്രസവിപ്പിക്കണം എന്നുള്ളത് അമ്മ മാതാവ് വന്ന് പറഞ്ഞതിന് ശേഷമാണ് അവരത് ചെയ്തത്. അങ്ങനെ മരുന്ന് വെച്ച് 8 മണി കഴിഞ്ഞപ്പോൾ കുഞ്ഞുണ്ടായി. കുഞ്ഞിന് 2750 വെയിറ്റ് ഉണ്ടായിരുന്നു. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. കുഞ്ഞുണ്ടായിപ്പം കുഞ്ഞ് കരഞ്ഞില്ല എന്ന് പറഞ്ഞ് അവർ വേഗം ICUയിലേക്ക് പോയി. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കുഞ്ഞിനെ. അവർ വേഗം ICUയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അമ്മയോട് പറഞ്ഞു, ഒരു 2 സെക്കൻഡ് വൈകിപ്പോയി കുഞ്ഞിനെ എത്തിക്കാൻ, ഇനി പ്രതീക്ഷിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അമ്മ ആകെ അവിടെ ഇരുന്ന് കരഞ്ഞു. പക്ഷേ പെട്ടെന്ന് തന്നെ കുഞ്ഞ്, അപ്പോൾ ഞാൻ ഇതൊന്നും അറിയണില്ല. ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് ICU തന്നെയായിരുന്നു. എനിക്ക് പ്രഷർ കൂടുന്നതുകൊണ്ട് എന്നെ ICU തന്നെ ആക്കിക്കുമായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ കുഞ്ഞ് ശ്വാസം എടുക്കാൻ തുടങ്ങി. ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഓക്സിജനൊന്നും വെച്ച് ശ്വസിക്കേണ്ട വന്നില്ല. സ്വയം ശ്വസനവും തുടങ്ങി, കരച്ചിലും തുടങ്ങി. ഒരു കുഴപ്പവും ഇല്ലാതെ കുഞ്ഞിനെ അമ്മ മാതാവ് കാത്തു. ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മൂത്ത മോനുണ്ടായി. ഇപ്പോൾ അവന് മഞ്ഞപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ 18 ദിവസം ICUയിൽ വെച്ച് സൂചി വയ്ക്കുമായിരുന്നു. അതുകൊണ്ട് ഇതിനെങ്കിലും സൂചി വയ്ക്കാതെ, ഒരു സൂചിയും വയ്ക്കാതെ, ഇതിന് ഷുഗറൊന്നും ഉണ്ടാവരുത്. എനിക്ക് ഈ ഇൻസുലിനൊക്കെ കുത്തുന്നതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു കുഞ്ഞിന് ഷുഗർ ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷെ കുഞ്ഞിൻ്റെ ഷുഗർ 110ഉം 99 ആ ഒരു ലെവലിൽ നോർമലായിട്ട് തന്നെ നിന്നു. കുഞ്ഞിന് ഷുഗറൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. കുഞ്ഞിൻ്റെ അവയവങ്ങൾ, കുഞ്ഞിന് ഒരു പ്രശ്നം ഉണ്ടായില്ല. സാധാരണ പിള്ളേർക്ക് എടുക്കണ പോലെയുള്ള സൂചി മാത്രമേ കുഞ്ഞിന് വെച്ചോളൂ. എന്നിട്ട് 2ാമത്തെ ദിവസം ഞാൻ കുഞ്ഞിനെ കാണാൻ ICUയിലേക്ക് പോവുകയാണ്. അവൻ ICU തന്നെയായിരുന്നു. എന്നെ കാണിച്ചിട്ടില്ലായിരുന്നു. മാസം തികയാത്തതുകൊണ്ട് ICUയിൽ വെച്ചിരിക്കുമായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവരങ്ങനെ വെച്ചു. അപ്പോൾ 2ാമത്തെ ദിവസം ഞാൻ ചെന്നപ്പം കുഞ്ഞിന് വേണ്ട സാധനങ്ങളെല്ലാം തലേ ദിവസം തന്നെ, ഉടുപ്പും ടർക്കിയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കുഞ്ഞിന് മേടിച്ച് ICUക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്നിട്ട് ഈ ടർക്കിയും, ഒരു 2 റോസ് ടർക്കി, ഒരു പച്ച ടർക്കിയും അകത്ത് കൊടുത്ത് കുഞ്ഞിൻ്റെ സാധനങ്ങളെല്ലാം അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുഞ്ഞിനെ കാണാൻ ചെന്നപ്പം യാതൊരു പരിചയമില്ലാത്ത ഒരു നേഴ്സാണ്. നമുക്ക് അവിടെ ഉള്ളവരൊന്നും അറിയത്തില്ലല്ലോ. ഞാൻ ചെന്നപ്പം ഈ ടർക്കിയിലാണ് കുഞ്ഞിനെ പൊതിഞ്ഞ് എന്നെ ആദ്യമായിട്ട് കൊണ്ട് കുഞ്ഞിനെ കാണിച്ചത്. അന്ന് എന്നെ അമ്മ മാതാവ് 2.5 മാസത്തിൽ എല്ലാവരും പറഞ്ഞു ഇത് അബോർഷനായി പോകും. ഡോക്ടർമാരുൾപ്പെടെ എല്ലാവരും വിധി എഴുതിയതായിരുന്നു ഈ കുഞ്ഞിനെ കിട്ടത്തില്ല എന്ന്. പക്ഷെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ഈ ടർക്കിയിലാണ് കുഞ്ഞിനെ അമ്മ മാതാവ് മുഖം കാണിച്ചു തന്നത്. അതേ ടർക്കി തന്നെയാണ് അന്ന് ICUന്ന്. ഈ ടർക്കി ഇന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ ടർക്കിയിലാണ് കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് അവർ ആദ്യമായിട്ട്, എൻ്റെ കയ്യിൽ തന്നൊന്നുമില്ല, ഇങ്ങനെ ഈ കയ്യിൽ ഇങ്ങനെ ഈ ടർക്കിയിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് കാണിച്ച് അപ്പം തന്നെ അവർ കൊണ്ടുപോയി. അതുപോലെ കുഞ്ഞ് മാതാവിൻ്റെ ചൊവ്വാഴ്ച ദിവസം മാതാവിൻ്റെ പ്രത്യേക ദിവസമാണെന്നാണ് എനിക്കറിയാവുന്നത്. ഞാൻ ഹിന്ദു ആയതുകൊണ്ട് അത്രയും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അച്ഛൻ്റെ
ഇവിടെ പറയുന്ന പ്രസംഗങ്ങളും സാക്ഷ്യങ്ങളും കേട്ടുള്ള അറിവുകൾ മാത്രം എനിക്കുള്ളൂ. അതുപോലെ മാതാവിൻ്റെ ആ പ്രത്യേക ചൊവ്വാഴ്ച ദിവസമാണ് എൻ്റെ കുഞ്ഞുണ്ടായത്. അവൻ ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ ഇവിടെ നിൽക്കണു, ഒരു കുഴപ്പമില്ല. അതുപോലെ അവൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ആദ്യം അവൻ്റെ മലം ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള മലം നന്നായിട്ട് പോയി. പിന്നെ അവന് മലം പോകത്തില്ലായിരുന്നു വയറ്റിൽ നിന്ന്. 2 മാസം വരെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നു. 2ാമത്തെ മാസം ഞാൻ മലപ്പുറത്തേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ അതുവരെ അമ്മ സോപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അവൻ്റെ വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ അമ്മ മാതാവിൻ്റെ തൈലം എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ തന്ന കുഞ്ഞാണ്, അവന് വയറ്റിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര കരച്ചിലാണ്, വയറുറച്ചിട്ട് വയറ്റിൽ നിന്ന് എന്ത് ചെയ്താൽ പോകത്തില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ തന്ന കുഞ്ഞാണ്, അമ്മ കാണുന്നില്ല ഇവൻ്റെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ ഉള്ള കരച്ചിൽ. നമ്മൾ എന്തെങ്കിലും ചെയ്ത് വയറ്റിൽ നിന്ന് പോയാലും അവന് ഭയങ്കര കരച്ചിലാണ്, വയറുവേദനയുണ്ട്. അപ്പോൾ അമ്മ ഇത് മാറ്റി തരണം എന്ന് പറഞ്ഞ് ഞാൻ 4 ദിവസം ഞാൻ അമ്മയുടെ തൈലം എടുത്ത് അടിവയറ്റിൽ കുരിശ് വിശ്വാസപ്രമാണം ചെയ്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് 4ാമത്തെ ദിവസം ഞാൻ അവന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവന് സ്വന്തമായിട്ട് വയറ്റിൽ നിന്ന് പോയി. ഇന്ന് വരെ അവൻ ആ വയറ്റിൽ നിന്ന് പോകുന്ന പ്രശ്നങ്ങൾ വന്നിട്ടില്ല. വയറ്റിൽ നിന്ന് പോകുന്ന വയറ് ഉറച്ചാൽ തന്നെ ഞാൻ അപ്പം തന്നെ അമ്മ മാതാവിൻ്റെ തൈലം എടുത്ത് പുരട്ടും. അപ്പം തന്നെ അവന് വയറ്റിൽ നിന്ന് പോകും. അവന് എന്ത് പ്രശ്നങ്ങൾ, എൻ്റെ മക്കൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ അമ്മ മാതാവിൻ്റെ തൈലമാണ് എടുത്ത് പ്രാർത്ഥിച്ച് അവർക്ക് പുരട്ടി കൊടുക്കുന്നത്. അതുപോലെ ഒരു കുഴപ്പം കൂടാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടി. അതുപോലെ എൻ്റെ അനിയത്തിക്ക് മൂലക്കുരുവിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അവൾ എല്ലാ ആശുപത്രികളിലും ചികിത്സയ്ക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഞാനത് അറിഞ്ഞില്ല. ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് ബാത്റൂമിൽ പോലും പോകാൻ പറ്റത്തില്ലടി, അതുപോലെ വേദനയാണ്, ഇനിയിപ്പോൾ ഒരു സ്ഥലത്ത് ഞാനിനി പോകാനില്ല. ആയുർവേദം, ഇംഗ്ലീഷ്, ഹോമിയോ എല്ലാം ഞാൻ കഴിച്ചു, എന്നിട്ടും ഇത് മാറണില്ല എന്ന് അവൾ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ കൃപാസനത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഉപ്പ് നീ ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കഴുകി നോക്കിക്കുക, എന്തേലും മാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞ് ഞാനതങ്ങനെ അവൾക്ക് കൊടുത്തു വിട്ട് അവൾ ഉപ്പ് ഉപയോഗിച്ചു. പിന്നെ ഞാനതങ്ങോട്ട് ചോദിക്കാൻ മറന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറയാം, എടി ദശ വളരുമായിരുന്നു, ദശയും വളർന്ന് ചോരയും പോകുന്നുണ്ട്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഇത് പരിശോധിക്കണം, വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇവളെന്നോട് പറയണത്, നല്ലൊരു ദശ, നെല്ലിക്ക വലിപ്പത്തിൽ ദശ വളർന്നായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഒരു ദശ അവിടെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അമ്മ മാതാവിൻ്റെ ഉപ്പ് ഉപയോഗിച്ച് അവൾക്ക് രോഗസൗഖ്യം അങ്ങനെ കിട്ടി. അതുപോലെ എന്നെ തേള് കടിച്ചിട്ട് എൻ്റെ കാല് പഴുത്തു. അപ്പോൾ എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് എല്ലാവരും പറഞ്ഞു, ഇനിയിപ്പോൾ കാല് പഴുത്തോണ്ട് ഒറ്റയടി അങ്ങോട്ട് പഴുപ്പ് കയറുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പേടിയായി. ഞാൻ വേഗം അമ്മ മാതാവിൻ്റെ തൈലം എടുത്ത് എൻ്റെ പഴുത്ത വിരളയിൽ തൂത്ത്. പിറ്റേ ദിവസമായപ്പം അങ്ങനെ ഒരു പഴുപ്പ് അവിടെ ഇല്ല. ആ പാട് ഉൾപ്പെടെ അവിടെ നിന്ന് മാഞ്ഞു പോയി. ഞങ്ങൾ ഉടമ്പടി എടുത്ത് ആദ്യം തന്നെ ചേട്ടനൊരു വണ്ടി മേടിക്കാൻ ഒരവസരം വന്നു. അപ്പോൾ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കണം. അപ്പോൾ വണ്ടിയുടെ എല്ലാ പേപ്പറുകളും എല്ലാം ശരിയാക്കി ചെക്ക് ലീഫ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ചെക്ക് ലീഫ് അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരുപാട് ചെക്ക് ലീഫിന് വേണ്ടി ആ ബാങ്കിൽ കയറി ഇറങ്ങി. വേറൊരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഇപ്പം 3000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അക്കൗണ്ടുള്ള ബാങ്കിൽ കയറി ഇറങ്ങിയത്. എന്നിട്ട് അവരത് തന്നില്ല. അങ്ങനെ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മയായിട്ട് ഞങ്ങൾക്കൊരു വണ്ടി മേടിക്കാൻ ഒരു അവസരം ഒരുക്കി തന്നതാണ്. അമ്മയായി ഞങ്ങൾക്കൊരു ആഗ്രഹം തന്നാലേ, എൻ്റെ അമ്മ ഇത് സാധിക്കാത്ത, ഇന്നെങ്കിലും ചെക്ക് കിട്ടിയാലേ ഞങ്ങൾക്ക് വണ്ടി കിട്ടുള്ളൂ. ചേട്ടനാണെങ്കിൽ നടന്ന് റബ്ബർ വെട്ടാൻ പോകും. അപ്പം ഒരുപാട് നടന്നിട്ട് വേണം റബ്ബർ വെട്ടാൻ ചെല്ലാം. അപ്പോൾ ഈ വണ്ടി ഉണ്ടെങ്കിൽ അത്ര സമയവും ലാഭവും മടുപ്പും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്നിട്ട് വേറൊരു ബാങ്കിക്ക്, ആ ബാങ്കിലുണ്ടായിരുന്ന 3000 രൂപ എടുത്തുകൊണ്ട് പോയി വേറൊരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വണ്ടി മേടിക്കാനാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ലോണ് ശരിയാക്കി തരട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എവിടെ നിന്നാണെങ്കിൽ ലോണ് മതിയല്ലോ, ഇവിടുന്ന് ശരിയാക്കി എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ ചെക്കും കാര്യങ്ങളും എല്ലാം ചെയ്തപ്പോഴാണ് അവർ പറയണത്, നിങ്ങൾ വാടകയ്ക്കല്ലേ താമസിക്കണം, അപ്പോൾ ഇത് നടക്കത്തില്ല, നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ഷോറൂമിൽ നിന്ന് തന്നെ നിങ്ങൾ വണ്ടി എടുത്തോളാൻ പറഞ്ഞു. അപ്പം പേപ്പറെല്ലാം ശരിയാക്കിക്കൊണ്ട് അവർ പറയും, ചെക്ക് ഇനിയിപ്പോൾ ഞങ്ങളിവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, ചെക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അന്ന് ഞാൻ അവർ ഈ പേപ്പറെല്ലാം ശരിയാക്കിയപ്പോൾ അമ്മ മാതാവിൻ്റെ കാശ് രൂപം മുറുകെ പിടിച്ച് ഇന്നെങ്കിലും ഇത് ശരിയാവണേ എന്ന് പറഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഞാനിവിടെ അവിടെ ആ ബാങ്കിലിരുന്ന്. അന്ന് തന്നെ ഞങ്ങൾക്ക് ചെക്ക് തന്ന് ഞങ്ങൾ ബാങ്കിൽ കൊണ്ട് കൊടുത്തു. ഒരാഴ്ച കൊണ്ട് വണ്ടി ശരിയായി. അപ്പോൾ അവർ പറഞ്ഞു, അന്വേഷണത്തിൽ ആരെങ്കിലും വന്നാൽ വാടകയ്ക്ക് അന്ന് നിങ്ങൾ
പറയരുത്, ഞങ്ങൾ വണ്ടി എല്ലാം റെഡി ആക്കിക്കോളാമെന്ന് അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ വാടകയ്ക്കായി കിടന്ന ഞങ്ങൾക്ക് അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ EMIക്ക് വണ്ടി മേടിക്കാൻ ഇന്ന് സാധിച്ചു. പുതിയൊരു വണ്ടി അന്ന് മാതാവ് ഞങ്ങൾക്ക് ആദ്യമേ തന്നത് എനിക്ക് ആശുപത്രി പോകാനും ഷുഗർ 2 നേരമൊക്കെ പോയി നോക്കാനൊക്കെ ഞങ്ങൾക്കൊരു സൗകര്യം ഇല്ലായിരുന്നു. ഓട്ടോ വിളിച്ച് പോകണമെങ്കിൽ 120 രൂപ കൊടുക്കണം. ഭക്ഷണത്തിന് മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് ഷുഗർ നോക്കാൻ പോകാനൊരു മാർഗ്ഗമില്ലായിരുന്നു. അപ്പോൾ അമ്മ മാതാവ് ആദ്യമേ ഞങ്ങൾക്ക് വണ്ടി തന്നത് ഇതിനു വേണ്ടിയായിരുന്നു. അമ്മ മാതാവിന് എല്ലാം അറിയാം. നമ്മുടെ എന്ത് കാര്യം അമ്മ നമ്മൾ പറയാതെ തന്നെ സാധിച്ചു തരും, അതെനിക്ക് ഉറപ്പാണ്. ഇതുപോലെ ഒരുപാട് വലുതും ചെറുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിലൂടെയാണ് ഞാനും എൻ്റെ കുടുംബവും മുന്നോട്ട് പോകുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി ഞാൻ അറിയിക്കുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോകുമ്പോൾ ചോറും പൊതിയൊക്കെ കെട്ടിക്കൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. വേറെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഇതുപോലെ ഗർഭിണി ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ കുഞ്ഞുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് പുറത്തിറങ്ങണില്ല. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ചെയ്യണുണ്ട്. രാവിലെ പ്രാർത്ഥനകൾ എഴുന്നേക്കാൻ ഇച്ചിരി അല്പം വൈകിപ്പോയാലും ഞാൻ മുടക്കം വരുത്തത്തില്ല. അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ തന്നെ ഞാൻ മുന്നോട്ട് ജീവിക്കുകയാണിപ്പം. ഞാനിവിടെ ഉടമ്പടി എടുത്തതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ കൂട്ടുകാരി ഇപ്പോൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ അനിയത്തി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അനിയത്തിയുടെ അമ്മ ഉടമ്പടി എടുത്ത് എല്ലാ കാര്യങ്ങളും സഹായിച്ചു. അനിയത്തി ഉടമ്പടി എടുത്തിട്ട് അവരുടെ ജീവിതം ഇപ്പോൾ സന്തോഷമായിട്ട് പോകണം. സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതിനെല്ലാം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇനിയും ഞാൻ ഉടമ്പടി എടുത്ത വിവരം ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഇനിയും ഇങ്ങോട്ട് വരാൻ ആൾക്കാർ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. സാഹചര്യം മൂലം വന്നിട്ടില്ല. അമ്മ മാതാവ് അവർക്കും അനുഗ്രഹം കൊടുക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 1:5 തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: പറഞ്ഞാൽ ആരും ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഇവിടെ അഞ്ജന അനീഷ് തൻ്റെ കുഞ്ഞിൻ്റെ അനുഭവ സാക്ഷ്യമാണ് നമ്മോട് ഈ സമയം അത്രയും പങ്കുവച്ചത്. 10 വർഷമായിട്ട് ആദ്യത്തെ കുഞ്ഞിന് ശേഷം തങ്ങൾക്കൊരു കുഞ്ഞില്ല എന്നും പിന്നീട് ഉടമ്പടി എടുത്ത് 1.5 മാസത്തിനുള്ളിൽ തന്നെ കൺസീവ് ആകുന്നതിന് തന്നെ ഭയമായിരുന്നു, ഹൈ ഷുഗർ. അതെല്ലാം ഈ മകൾ പറഞ്ഞ് വിശദമായി കേട്ടതാണ്. പിന്നീട് കൺസീവ് ആവുകയും ഒരു കുഞ്ഞിനെ ലഭിക്കുന്നു. പിന്നീടുണ്ടായ കോംപ്ലിക്കേഷൻ എന്തെല്ലാമാണെന്ന് ആ മകൾ പറഞ്ഞ് നാം കേട്ട് കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പുറപ്പാട് 33 പറയുന്നത് പോലെ, ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. ഇവിടെ തിരുവചനങ്ങൾ ആകാശവും ഭൂമിയും കടന്നു പോയാലും തൻ്റെ വചനങ്ങൾക്ക് മാറ്റമുണ്ടാവില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. അതേപോലെയാണ് ഇന്ന് കൃപാസനത്തിലെ അൾത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളും. 1 4 ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നു. എല്ലാവരും ഒരേപോലെ പറയുന്നു, ഈ കുഞ്ഞിനെ അബോർഷൻ നടത്തുന്നതാണ് നല്ലത്, അത് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ യാതൊരു രീതിയിലും സാധ്യമല്ല എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ മകൾക്ക് പിന്നീട് മറ്റൊരു ഡോക്ടറിനെ കാണുകയും അവരൊരു പ്രതീക്ഷ കൊടുത്തു, എന്തും വരട്ടെ. അപ്പോൾ ഈ മകൾക്ക് അമ്മ മാതാവ് കൊടുക്കുന്ന ആ ഒരു ധൈര്യം, അതിലൂടെ ഈ കുടുംബം മുമ്പോട്ട് പോയി. പിന്നീട് എനിക്ക് കുഞ്ഞിനെ ലഭിച്ചതും സ്കാൻ ചെയ്താൽ പോലും കുഞ്ഞിനെ കാണാത്ത അവസ്ഥയിൽ നീരെല്ലാം വന്ന് ആകെ തൻ്റെ അവസ്ഥ എന്തായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ജനിച്ച കുഞ്ഞാണ്. എന്നാൽ യാതൊരു കോംപ്ലിക്കേഷനുമില്ല. പരിശുദ്ധ അമ്മ താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മ അടങ്ങിയിരുന്ന ഒരു സ്ത്രീയല്ല. തൻ്റെ ഇളയമ്മയെ കാണുവാൻ വേണ്ടി മലമ്പ്രദേശത്തോടുകൂടെ തിടുക്കത്തിൽ യാത്ര ചെയ്തു എന്നാണ് സുവിശേഷം നമ്മോട് പറയുന്നത്. ആ തിടുക്കം അമ്മ എവിടെയും കാണിക്കുന്നുണ്ട്.
അതായത് ഈ മകളുടെ ജീവിതത്തിലേക്ക് പിന്നീട് എങ്ങനെയാണ് അമ്മ കടന്നു വരുന്നത്, സ്വപ്നമായി സാന്ത്വനമായി ഒക്കെ അമ്മ കടന്നു വരുന്നു, അമ്മ കുഞ്ഞിനെ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഈ മകൾക്ക് അനുഭവപ്പെട്ട അമ്മയുടെ ദർശനങ്ങളായിട്ട് ഈ മകൾക്ക് അനുഭവപ്പെട്ടു. പിന്നീട് തനിക്ക് കുഞ്ഞിനെ ലഭിക്കുന്നതും അങ്ങനെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെ ലഭിച്ചു. ഇന്ന് ആ കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കാണുവാനും കേൾക്കുവാനും നമുക്ക് ദൈവം അനുഗ്രഹിക്കുന്നത് തന്നെ എത്ര വലിയ കാര്യമാണ്. ഇവിടെ കൃപാസന അൾത്താരയിൽ പറയുന്ന ഓരോ അനുഭവങ്ങളും അത് ദൈവം ഓരോ കുടുംബത്തെയും മക്കളെയും തൊടുന്നതിൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുവാനും ആ അനുഭവം സ്വന്തമാക്കുവാനുമൊക്കെ നമുക്കും കഴിയുന്നുണ്ട്. അത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ആയിരുന്നു കൊണ്ട് കേൾക്കുവാൻ സാധിക്കുന്നത് തന്നെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും വലിയ കൃപയാണ്. വീണ്ടും ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ മകൾ പറഞ്ഞു. തൻ്റെ കുടുംബത്തിൽ താൻ മൂലം മറ്റുള്ളവർക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങൾ, എല്ലാറ്റിലും ഉപരിയായി താൻ മൂലം എത്ര പേരാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, ഇനിയും വരാനിരിക്കുന്നു. തൻ്റെ അനുഭവത്തിലൂടെ ഒത്തിരിയേറെ പേര് ഈശോയെ അറിയുവാനിടയായി. ഇതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം. അങ്ങനെ ഈശോ ഇന്ന് ജീവിക്കുകയാണ്. അത് മലപ്പുറത്ത് നിന്നല്ല, ലോകമെമ്പാടും ഇന്ന് കൃപാസന മാതാവ് ഓടി നടക്കുകയാണ് അമ്മയുടെ അടുത്തേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവരുവാൻ. നാമും ഒരു കണ്ണിയായി മാറുന്നെങ്കിൽ അത് തീർച്ചയായും സ്വർഗം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു കൃപ തന്നെയാണ്. നമുക്കതുകൊണ്ട് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ കുറേ കൂടി ഊർജ്ജവത്തായി നമുക്ക് ചെയ്യാൻ പരിശ്രമിക്കാം. ഈ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ കുഞ്ഞിനൊക്കെ ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.